നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഈശ്വര, ഇവൾക്ക് എങ്ങനെ ഇതിനെപ്പറ്റി ഇത്ര കറക്റ്റായിട്ട് പ്രവചിക്കാൻ കഴിഞ്ഞത്? മഹിമേ, നീ എന്താ മോളെ ഇങ്ങനെയൊക്കെ പറയുന്നേ? അമ്മ എനിക്ക് വേണ്ടി അമ്പലത്തിൽ 101 പ്രദക്ഷിണം വെച്ചത് നീ മറന്നോ? എന്റെ അമ്മയ്ക്ക് മഞ്ജുവിനെ എത്രത്തോളം ഇഷ്ടമാണെന്ന് മഞ്ജുവിന് അറിയാം. അമ്മായിയമ്മയുടെ അല്ല, അമ്മയുടെ സ്നേഹമാ അമ്മ മഞ്ജുവിനോട് കാണിക്കുന്നത്. അതൊക്കെ വെറുതെയാ. അന്ന് ഭാനുമതി അമ്മയ്ക്ക് ചേച്ചിയോടുള്ള എതിർപ്പ് തുറന്നു കാണിക്കാൻ പറ്റാത്ത എന്തോ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അത് മാറി. അതുകൊണ്ടാ കാളീശ്വരി ശാന്തി മുഹൂർത്തം കുറിച്ച് തന്നു എന്ന് പറഞ്ഞപ്പോ അവരെയൊക്കെ വിശ്വസിക്കണമെന്ന് ഭാനുമതി അമ്മ ചോദിച്ചത്. ഇതുവരെ കാളീശ്വരി പറഞ്ഞതെല്ലാം ചെയ്തുകൊണ്ടിരുന്ന ഭാനുമതി അമ്മ ഇപ്പൊ എന്തിനാ അവരെ ചോദ്യം ചെയ്യുന്നേ? ഓ, ഇവള് ഞങ്ങളുടെ നാടകം മൊത്തം പൊളിക്കും. മഹിമേ, ഇത് സംശയ രോഗമാണ്. വെറുതെ ഡയലോഗ് അടിക്കാൻ ആർക്കും പറ്റും ഗിരിയേട്ടാ. സത്യം പറ, ഭാനുമതി അമ്മ ഇതുവരെ ഗിരിയേട്ടനെ അഭിനയിച്ച് പറ്റിക്കുമായിരുന്നു എന്ന് ഗിരിയേട്ടനും സംശയമില്ലേ? ഒരിക്കലും ഇല്ല. എന്റെ അമ്മയ്ക്ക് ആരുടെ മുന്നിലും അഭിനയിക്കേണ്ട കാര്യമില്ല. അമ്മ മഞ്ജുവിനെ സ്നേഹിക്കുന്നത് മനസ്സ് തുറന്നു തന്നെയാ. ഭാനുമതി അമ്മയും ചേച്ചിയും തമ്മില് ഇനിയും പോര് നടന്നാലോ? അങ്ങനെ ഒരു പോര് നടന്നാ ഞാനും ഈ വീട് വിട്ട് പുറത്തു പോകും. പിന്നെ ഞാൻ എന്റെ അമ്മയുടെ മുഖത്ത് പോലും നോക്കില്ല. എന്താ പോരെ? എന്താ ഇപ്പൊ നിന്റെ വായ അടഞ്ഞു പോയോ? ഇനിയും മേലാൽ എനിക്ക് എന്റെ അമ്മയെ അറിയില്ലെന്ന് മാത്രം പറഞ്ഞു പോരുത്. ഗിരിയേട്ടാ, അവക്കൊരു അബദ്ധം പറ്റിയതാ. സോറി അമ്മേ. സോറി പറയേണ്ട ആള് മുഖം തീർപ്പിച്ച് നിൽക്കുകയല്ലേ? മഹിമേ, സോറി പറയാം. സോറി. നീ വന്നേ പോ. അമ്മ അവള് പറഞ്ഞൊന്നും കാര്യമാക്കണ്ട. എന്റെ അമ്മയ്ക്ക് സ്നേഹിക്കാൻ മാത്രമേ അറിയൂ. സ്നേഹിക്കുന്നത് പോലെ അഭിനയിക്കാൻ അറിയില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇത് നമ്മൾ പ്രതീക്ഷിക്കാത്തതുപോലെ കാര്യങ്ങൾ തിരിഞ്ഞു പോയല്ലോ. സാരമില്ല, ഇന്നിനി ഒന്നും ചെയ്യണ്ട. നാളെ നമുക്ക് വീണ്ടും മഹിമയായിട്ടൊരു വഴക്കുണ്ടാക്കാൻ നോക്കാം. എന്നിട്ട് അത് പറഞ്ഞ് മഞ്ജുവായിട്ട് പോര് തുടങ്ങാം. എന്നിട്ട് എന്റെ മോൻ ഈ വീട് വിട്ട് പോണോ അല്ലേ?